വെൽക്കം ബാക്ക് ടു ടാൻഗു ഗാർഡൻസ്. ഞാൻ അഞ്ജന കൃഷ്ണൻ. അപ്പോൾ ഞാനിന്ന് വന്നേക്കുന്നത് ഒരു അടിപൊളി ജമന്തിയുടെ സെയിൽ വീഡിയോ ആയിട്ടാണ്. നമ്മൾ ജമന്തി പ്ലാന്റ്സ് കൊടുക്കുന്നത് കോംബോ ഓഫറിലാണ്. എല്ലാ കളേഴ്സ് നമ്മൾ ഇതിനകത്ത് കാണിക്കുന്ന കളേഴ്സ് മിക്സഡ് ആയിട്ടായിരിക്കും കോംബോയിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഓരോ കളേഴ്സും ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ ലാസ്റ്റ് വരെ കാണുക. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എന്നാലേ ഞാൻ ഇനി മുതൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുള്ളൂ. വെറൈറ്റീസ് ആയിട്ടുള്ള പ്ലാന്റ്സിൻ്റെയും റോസിൻ്റെയും ലോട്ടസിൻ്റെയും ഒക്കെ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. പിന്നെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് വീണ്ടും നല്ലൊരു അടിപൊളി ഓഫർ വരുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോ ഒക്കെ മിസ്സാവാണ്ട് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലേ പറ്റുള്ളൂ. ഇതിൽ നമ്മുടെ കോംബോയിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്ന കളേഴ്സ് എല്ലാം കാണിക്കുന്നുണ്ട്. ഏകദേശം 7 കളറോളം നമുക്ക് പ്ലാന്റ്സ് അവൈലബിൾ ആണ്. മിക്സഡ് ആയിട്ട് 5 കളറാണ് നമ്മൾ കോംബോയ്ക്കകത്ത് കൊടുക്കുന്നത്. 5 പ്ലാന്റ്സ് ആയിരിക്കും കേട്ടോ. നമ്മുടെ പോട്ടിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്, പോട്ടിംഗ് അല്ല, പാക്കിംഗ് രീതി എന്ന് പറയുന്നത്, ചെറിയ ചെടിച്ചട്ടിയിൽ ചകിരിച്ചോറ് നിറച്ചിട്ട് അതിലിതിൻ്റെ 5 തൈകൾ വെച്ച് ചകിരിച്ചോറ് കൊണ്ട് മൂടി ന്യൂസ് പേപ്പർ കൊണ്ട് കവർ ചെയ്തിട്ട് ക്ലിയർ ഫിലിം വെച്ചിട്ടാണ് നമ്മൾ അയക്കുന്നത് കേട്ടോ. അങ്ങനെയാണ് നമ്മുടെ പാക്കിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇതിൽ കാണുന്ന ടൈപ്പ് പ്ലാന്റ്സ് എന്നാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത്. പൂക്കളൊക്കെ ഉള്ളതും പൂക്കളോ മുട്ടുകളോ കൂടെയുള്ള പ്ലാന്റ്സ് ആയിരിക്കും നമ്മൾ അയക്കുക കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് തന്നെയാണ് എല്ലാം. അടിപൊളിയായിട്ടുള്ള കളേഴ്സ് ഉണ്ട്. 5 കളറുകളാണ്. ഇപ്പോൾ ഇതിനകത്ത് നിന്ന് വന്ന റെഡോ മജന്തയോ പിങ്കോ പീച്ചോ ഓറഞ്ച് അങ്ങനെ ഗ്രീൻ ഷെയ്ഡ് ഇങ്ങനെയൊക്കെയുള്ള കളേഴ്സ് എല്ലാം കൂടെ മിക്സഡ് ആയിട്ട് ഒരു കോംബോ പോലെ സെറ്റ് ചെയ്തിട്ടായിരിക്കും അയക്കുന്നത്. ഒരാൾക്ക് അയക്കുന്ന പാക്കറ്റിൽ 5 കളർ ഉണ്ടാവും. ചിലപ്പോൾ വൈറ്റ് ഉണ്ടാവാം, പീച്ച് ഉണ്ടാവാം, അങ്ങനെ ഒരു 5 കളറിൻ്റെ കോമ്പിനേഷനിലാണ് അയക്കുന്നത്. പിന്നെ പ്ലാന്റ് കിട്ടിക്കഴിഞ്ഞാൽ പോട്ട് ചെയ്യേണ്ടത് ആദ്യം തന്നെ ചാണകപ്പൊടിയോ ഫെർട്ടിലൈസറോ ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല. കിട്ടുന്നത് മണ്ണും മണലും ചകിരിച്ചോറും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള പോട്ട് മിക്സിൽ ഞാൻ തരുന്ന അതേപോലെ വെച്ച് പോട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾ വെള്ളം ഒരുപാടായിട്ട് ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. കിട്ടിക്കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇല്ലയെന്നുണ്ടെങ്കിൽ സെൻസിറ്റീവ് ആണ് ജമന്തി എന്ന് പറയുന്ന പ്ലാന്റ്, പെട്ടെന്ന് തന്നെ തണ്ട് ചീഞ്ഞ് പോകാനുള്ള ചാൻസൊക്കെ കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. വെള്ളത്തിൻ്റെ അംശം കുറയുമെന്ന് നിങ്ങൾക്ക് മണ്ണിൽ തൊട്ട് നോക്കുമ്പോൾ അറിയാമല്ലോ. അങ്ങനെ കുറഞ്ഞിട്ടുണ്ടെന്ന് തോന്നിയാൽ മാത്രം വെള്ളം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. ജമന്തിയുടെ ഇതനുസരിച്ചിട്ട് വെള്ളമൊക്കെ നമ്മൾ കോരി ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ അത് സർവൈവ് ചെയ്തോളും. ഓവറായിട്ട് വെള്ളം കിട്ടിക്കഴിഞ്ഞാലും ഓവറായിട്ട് വെയിൽ കിട്ടിക്കഴിഞ്ഞാലും ഇലകളൊക്കെ പൊള്ളൽ പോലെയൊക്കെ വന്ന് നശിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് കാർപോച്ച് ഇല്ലയെന്നുണ്ടെങ്കിൽ വീടിൻ്റെ സൺഷെയ്ഡിലൊക്കെ നമുക്ക് ഈ ഒരു പ്ലാന്റ് വെച്ച് പിടിപ്പിക്കാൻ പറ്റും. അതായത് ഒത്തിരി വെയിലില്ലാത്ത സ്ഥലം നോക്കിയിട്ട് വേണം ഈ ഒരു പ്ലാന്റ് പോട്ട് ചെയ്യാനായിട്ട്. ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലർ പ്ലാന്റ്സ് മേടിച്ചിട്ട് എന്താ ചെയ്യേണ്ടതെന്നല്ല, അവർ ഡയറക്റ്റായിട്ട് കൊണ്ടുവന്ന് നല്ല വെയിലത്തൊക്കെ വെച്ച് ഒരുപാട് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കും, പ്ലാന്റ് കേടായിപ്പോവും. അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോയിൽ തന്നെ പറയുന്നത് എങ്ങനെയാണ് നമ്മൾ ഈ ഒരു പ്ലാന്റിനെ കെയർ ചെയ്യേണ്ടതെന്നും കൂടെ ഉള്ളത്. പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പേർക്കെങ്കിലും ഇത് യൂസ് ആവും. കാരണം ഒത്തിരി പേര് നമുക്ക് പ്ലാന്റ് പിടിച്ച് കിട്ടിയതിൻ്റെയൊക്കെ ഫോട്ടോസ് അയച്ചു തരുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ കാർപോച്ചിൻ്റെ സൈഡിലും പിന്നെ വെയിലൊന്നും ഇല്ലാത്ത സൈഡിലൊക്കെയാണ് പ്ലാന്റ്സ് കീപ്പ് ചെയ്ത് വയ്ക്കാറുള്ളത്. അപ്പോൾ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പ്ലാന്റ് ഒന്ന് പിടിച്ച് കിട്ടിക്കഴിഞ്ഞു, നമുക്കൊന്ന് കാണുമ്പോൾ അറിയില്ല നല്ല ഉഷാറായി വരുന്നുണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ചാണകപ്പൊടിയോ എന്തെങ്കിലുമൊക്കെ വളങ്ങൾ കൊടുക്കാൻ പറ്റും. ജമന്തിക്ക് ചാണകപ്പൊടിയാണ് കൊടുക്കുന്നത് ഏറ്റവും ബെറ്റർ. വേറൊന്നും കൊടുക്കുന്നില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ചാണകപ്പൊടി പിന്നെ നിങ്ങൾക്ക് വളങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കൊടുക്കാൻ പറ്റും. ഒരുപാട് കെമിക്കലായിട്ടുള്ള നമ്മുടെ ഡാപ്പൊക്കെ അങ്ങനെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ പ്ലാന്റ് ചിലപ്പോൾ ചീഞ്ഞ് പോകാനുള്ള ചാൻസൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ലിമിറ്റഡ് അളവ് മാത്രം കൊടുക്കുക. എൻ്റെ അറിവിൽ ഇത് നടുമ്പോൾ ചാണകപ്പൊടി തന്നെയാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത്. നന്നായിട്ട് പൂക്കാനും പിന്നെ പൂത്ത് കഴിഞ്ഞാൽ ആ ഒരു ബ്രാഞ്ചിൻ്റെ അവിടെ കട്ട് ചെയ്യുന്ന കാര്യം, നമ്മുടെ പ്രൂണിങ് ചെയ്യുന്ന കാര്യം കൂടെ ശ്രദ്ധിക്കുക. ഇല്ലെങ്കിൽ അതങ്ങനെ ഇരുന്ന് ഉണങ്ങി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്ത് സാഫ് കൊടുക്കുക. എന്നാൽ മാത്രമേ പുതിയ തളിരൊക്കെ വന്നിട്ട് പ്ലാന്റ് നല്ല ഹെൽത്തായിട്ട് വളരുള്ളൂ. ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ തന്നെ നിന്ന് പ്ലാന്റ് അങ്ങ് തൊലഞ്ഞു പോകും. അപ്പോൾ ചെയ്യേണ്ട കാര്യം, പൂക്കളൊക്കെ വന്ന് കരിഞ്ഞു പോയി കഴിഞ്ഞാൽ ആ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് വൃത്തിയാക്കി കൊടുക്കുക. പ്ലാന്റിനൊന്ന് ക്ലിയർ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ പുതിയ തളിര് വരാനും നല്ലപോലെ പൂക്കാനും കാര്യമാവും. പിന്നെ കുറച്ചുകൂടെ ഒന്ന് ഹെൽത്തി ആയെന്ന് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ബ്രാഞ്ചസ് നമുക്ക് കട്ട് ചെയ്ത് മണലിലോ
ജിഫിയിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ പുതിയ പുതിയ തൈകളാക്കി എടുക്കാനും പറ്റും. അപ്പോൾ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ടിപ്പുകളൊക്കെ ഫോളോ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗാർഡൻ തന്നെ നല്ലൊരു ക്രിസാന്തിമത്തിൻ്റെ ജമന്തിയുടെ ഗാർഡൻ തന്നെ നിങ്ങൾക്ക് സെറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇതേപോലത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക. ഇതേപോലത്തെ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലാന്റ് നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടമായി പോകാനുള്ള സാധ്യതയാണ് കൂടുതലായിട്ടുള്ളത്. പിന്നെ എന്താ, അപ്പോൾ പ്ലാൻസ് വേണ്ടവർ ഇതിൽ കൊടുത്തേക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ഇടുക കേട്ടോ. നിങ്ങൾക്ക് ജമന്തി കോംബോ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അയച്ചു തരുന്നതായിരിക്കും. 5 പ്ലാൻസ് കൊറിയർ ചാർജ് അടക്കം 380 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. 5 കളറാണ് വരുന്നത്, മിക്സഡ് ആയിട്ടുള്ള 5 കളറാണ്. ഇതിൽ സെലക്ഷൻ വരുന്നില്ല. 5 കളറിന് 380 രൂപയാണ്. DTDCയുടെ ചാർജ് ഉൾപ്പെടെയാണ് ഈ ഒരു എമൗണ്ട് പറയുന്നത്. നമ്മുടെ DTDC വഴിയായിരിക്കും ജമന്തി പ്ലാൻസ് അയക്കുന്നത്. സ്പീഡ് പോസ്റ്റ് നമ്മൾ അയക്കുന്നില്ല ജമന്തിക്ക്. DTDCയുടെ സർവീസ് മാത്രം അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ. പിന്നെ പ്രൊഫഷണൽ കൊറിയർ വേണമെന്നുള്ളവർക്ക് അങ്ങനെ അയച്ചുതരാം. അങ്ങനെ അയച്ചൊരു ഓപ്ഷനുണ്ട്. സ്പീഡ് ആൻഡ് സേഫ് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ അയക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. സ്പീഡ് പോസ്റ്റിൻ്റെ സർവീസ് നമുക്ക് ജമന്തിക്ക് അവൈലബിൾ അല്ല കേട്ടോ. നമ്മൾ കേരളത്തിനകത്ത് അയച്ചു കഴിഞ്ഞാൽ 3 ദിവസത്തിനുള്ളിൽ തന്നെ എല്ലാവർക്കും പ്ലാൻസ് കിട്ടും. അതുപോലെ തന്നെ നമ്മൾ പ്ലാൻസ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാട്സപ്പിൽ മെസ്സേജ് ഇടുന്നതായിരിക്കും ആർക്കൊക്കെയാണ് പ്ലാൻസ് അയച്ചിട്ടുള്ളത്. നെക്സ്റ്റ് ഡേ തന്നെ കൈപ്പറ്റാനുള്ള മെസ്സേജും കാര്യങ്ങളൊക്കെ വാട്സപ്പ് ത്രൂ തന്നെ നമ്മൾ അറിയിക്കുന്നതായിരിക്കും. ഫോളോ അപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പ്ലാൻസ് കണ്ടൊരു വാട്സപ്പ് ചെയ്യാട്ടോ. താങ്ക് യു.